നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വീണ്ടും പെറ്റമ്മയൊരു പിഞ്ചു കുഞ്ഞിന്റെ കൂടി ജീവനെടുത്ത സംഭവം ഉണ്ടായിരിക്കുകയാണ്. എറണാകുളം മൂഴിക്കുളത്ത് 3 വയസ്സുകാരിയായ കല്യാണിയാണ് അമ്മയുടെ ക്രൂരതയ്ക്കിരയായി ജീവൻ വെടിഞ്ഞത്. ഇന്നലെയാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. 3 വയസ്സുകാരിയെ അമ്മ സന്ധ്യ മൂഴിക്കുളം പാലത്തിന് മുകളിൽ നിന്ന് പുഴയിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് നിർണായകമായത്. ഇന്നലെ കാണാതായ കുട്ടിയുടെ മൃതദേഹം ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് ചാലക്കുടി പുഴയിൽ നിന്നും കണ്ടെത്തിയത്. മൂഴിക്കുളം പാലത്തിൽ നിന്ന് കുഞ്ഞിനെ താൻ പുഴയിലേക്ക് എറിഞ്ഞതാണെന്ന് അമ്മ സന്ധ്യ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇവർ നിലവിൽ ചെങ്ങമനാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. സംഭവത്തിൽ അമ്മയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്താനാണ് എറണാകുളം റൂറൽ പോലീസിന്റെ തീരുമാനം. ആലുവയിൽ നിന്ന് കുട്ടിയെ കാണാതായി എന്നായിരുന്നു അമ്മ ആദ്യം പോലീസിന് നൽകിയ മൊഴി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ കുട്ടിയുമായി സന്ധ്യ ആലുവയിൽ ബസ് ഇറങ്ങിയെന്ന് വ്യക്തമായി. തുടർന്ന് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ കുട്ടിയെ മൂഴിക്കുളം പാലത്തിൽ നിന്ന് താഴേക്കെറിഞ്ഞതായി പോലീസിനോട് യുവതി വ്യക്തമാക്കി. തുടർന്ന് ഇന്നലെ രാത്രി മുഴുവൻ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഇന്ന് പുലർച്ചെ 3 മണിയോടെ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. കോരിച്ചൊരിയുന്ന മഴയിലായിരുന്നു 8.5 മണിക്കൂറോളം നീണ്ട തിരച്ചിൽ എറണാകുളത്ത് നടന്നത്. കുഞ്ഞിന്റെ മൃതദേഹം നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കും. അങ്കനവാടിയിൽ നിന്ന് അമ്മ കൂട്ടിക്കൊണ്ടുപോയ കുഞ്ഞാണ് ചേതനയേറ്റ ശരീരമായി പുഴയിൽ കിടന്നത്. ലോകത്തെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയ അമ്മയുടെ തന്നെ കൈകളാണ് പിഞ്ചോമനയുടെ ജീവനെടുത്തത്. കുഞ്ഞിനെ കാണാതായതുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ പരസ്പര വിരുദ്ധമായ മൊഴികളാണ് അമ്മ സന്ധ്യ നൽകിയിരുന്നത്. ഒടുവിൽ പുഴയിലെറിഞ്ഞു കളഞ്ഞുവെന്ന് പറഞ്ഞതും അവർ തന്നെയാണ്. കൊടും ക്രൂരതയുടെ കാരണം എന്താണെന്ന് സന്ധ്യ ഇപ്പോഴും വെളിപ്പെടുത്തിയിട്ടില്ല. സന്ധ്യയും ഭർത്താവിന്റെ കുടുംബവുമായുള്ള പ്രശ്നങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അമ്മയ്ക്ക് മാനസിക പ്രയാസങ്ങൾ ഉണ്ടെന്നായിരുന്നു ബന്ധുക്കൾ ഇന്നലെ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ പോലീസ് ഇത് മുഖവിലക്കെടുത്തിട്ടില്ല. സംഭവത്തിൽ സന്ധ്യയുടെ ഭർത്താവിന്റെ വീട്ടുകാരെ അടക്കം വിളിച്ചു വരുത്തി ഇന്ന് ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം.